തിന്മ ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യ മനുഷ്യൻ ഭൂമിയിൽ കാലുകുത്തുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിത്യമായ നന്മയുണ്ടായിരുന്നു. എല്ലാം പൂർണ്ണമായിരുന്നു. സ്വർഗത്തിൽ ദൂതന്മാർ ഏതു നേരത്തും സൃഷ്ടമായ യഹോവയെ ആരാധിച്ചു പോന്നു. എന്നാൽ അതിൽ ഒരു ദൂതൻ മാത്രം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിന്നു. അതാണ് സാത്താൻ. നീ മാതൃകാ മുദ്രയാകുന്നു. നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. സാത്താൻ ഏറ്റവും ബുദ്ധിമാനും ഏറ്റവും ശക്തനും ബഹുമാനത്തിലും അന്തസ്സിലുമെല്ലാം വലിയവനായിരുന്നു. സ്വർഗത്തിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ബഹുമാനിച്ചിരുന്നു. ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയായിരുന്നു ഈ സാത്താൻ, ദൈവത്തിന്റെ മാസ്റ്റർ പീസ്. ദൈവം തന്റെ കൈകൊണ്ട് ഉരുവാക്കിയ ആദ്യ വ്യക്തിയായിരുന്നവൻ, എല്ലാറ്റിന്റെയും ആദ്യ സൃഷ്ടി. മറ്റാർക്കുമില്ലാത്ത പ്രധാന സ്ഥാനം ദൈവം ഈ സാത്താന് കൊടുത്തു. ദൈവം അവന് ഏറ്റവും നല്ല ബുദ്ധിശക്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വലിയ കാര്യമില്ലായിരുന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. അങ്ങനെ ലോകത്തിലെ എല്ലാ തിന്മയുടെയും കഷ്ടപ്പാടിന്റെയും ഉടമസ്ഥനായി സാത്താൻ മാറി. തന്റെ സകല സ്ഥാനവും നഷ്ടപ്പെട്ട് നാശത്തിന്റെ പ്രഭുവായി മാറി. എത്ര വലിയ ശക്തനാണെങ്കിലും വീഴാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് തരുന്നതാണ് ഈ സാത്താന്റെ ജീവിതം. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് അവൻ എങ്ങനെ എത്തി? എന്താണ് സംഭവിച്ചത്? ഒരു കാലത്ത് മുദ്രാമോതിരമായിരുന്ന ഈ സാത്താൻ എങ്ങനെ തിന്മയുടെ പിതാവായി മാറി? അവൻ ഈ ലോകത്ത് എന്താണ് ചെയ്യുന്നത്? അവന്റെ അന്ത്യത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. സാത്താൻ സകലത്തിലും പൂർണ്ണനായി സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയായിരുന്നു. അവനെ ഒരു കാവൽ കേരുബായി അഭിഷേകം ചെയ്തു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കേരുബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യയെ സഞ്ചരിച്ചു പോന്നു. സ്വർഗമെന്ന് പറയുന്നത് പൂർണ്ണമാണ്. ഓരോ ദൂതന്മാർക്കും ചെയ്യാനായിട്ട് അവരവരുടെ ദൗത്യമുണ്ട്. പല തരത്തിൽപ്പെട്ട ദൂതന്മാരുണ്ടായിരുന്നു. ഏറ്റവും ഉയർന്ന പദവിയിലുള്ളത് സേറാഫുകളാണ്. അവർ സ്നേഹത്തോടും വിശുദ്ധിയോടും കൂടെ ജ്വലിക്കുന്ന ജീവനുള്ള ജ്വാലകൾ പോലെയാണ്. ഒരുത്തനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അടുത്ത പദവിയിൽ വരുന്നത് കേരുബുകളാണ്. ഇവർ ദിവ്യജ്ഞാനത്തിന്റെ കാവൽക്കാരും പ്രപഞ്ച രഹസ്യങ്ങളെ സംരക്ഷിക്കുന്നവരുമാണ്. അടുത്തത് ഭൂമിയുമായി ബന്ധമുള്ള പ്രധാന ദൂതന്മാരുണ്ട്. ഗബ്രിയേൽ, മീഖായേൽ പോലുള്ള പ്രധാന ദൂതന്മാർ നിർണായക ഘട്ടങ്ങളിൽ അയക്കപ്പെടുന്ന സന്ദേശവാഹകരാണ്. അവർ യോദ്ധാക്കളാണ്. അവസാനം മനുഷ്യരോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ദൂതന്മാരുണ്ട്. നമ്മുടെ കൂടെ എപ്പോഴും ഇരിക്കുന്ന ആത്മാക്കളുടെ കാവൽക്കാരാണ് ഇവർ. നമുക്ക് തിന്മ വരാതെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഈ ഒരു ക്രമത്തിലായിരുന്നു ദൂതന്മാർ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ദൈവം അസാധാരണമായ ഒരു കാര്യം സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു. ദൈവത്തിന്റെ അനന്തമായ ജ്ഞാനത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും പ്രഭാത നക്ഷത്രമായ സാത്താനെ സൃഷ്ടിച്ചു. നീ മാതൃകാ മുദ്രയാകുന്നു. നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. സാത്താൻ വെറും സുന്ദരൻ മാത്രമല്ല, അവൻ നേതാവായിരുന്നു. മറ്റുള്ളവർക്ക് വഴി കാണിക്കുന്ന ഒരു ദൂതനായിരുന്നു. സമാനതകളില്ലാതെ കൃപകൾ കൊണ്ട് പൊതിയപ്പെട്ടവനായിരുന്നു. സാത്താൻ സ്വർഗീയ ഗായക സംഘത്തെ നയിച്ച് തീക്ഷ്ണതയോടെയും അഭിനിവേശത്തോടെയും സൃഷ്ടാവിന് സ്തുതികൾ പാടുമായിരുന്നു. അവന്റെ ശബ്ദം ഇരുട്ടിൽ ഒരു ജ്വാല പോലെയായിരുന്നു. ദൈവം തിന്മയെ സൃഷ്ടിച്ചില്ല, മറിച്ച് പൂർണ്ണതയാണ് സൃഷ്ടിച്ചത്. എന്നിട്ടും സ്വന്തം സൗന്ദര്യത്തിൽ നിഗളിച്ച സാത്താന്റെ ഹൃദയത്തിൽ അഹങ്കാരം വളരാൻ തുടങ്ങി. അവനെ എല്ലാവരും ആരാധിക്കണം എന്ന് അവന്റെ ഹൃദയത്തിൽ ആഗ്രഹം തോന്നി. അതവനെ പതുക്കെ പതുക്കെ നശിപ്പിക്കാൻ തുടങ്ങി. അവന്റെ പതനത്തിന്റെ ആരംഭം എങ്ങനെയായിരുന്നു എന്ന് ബൈബിൾ നമ്മോട് പറയുന്നുണ്ട്. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. അവന് കിട്ടിയ സമ്മാനം തന്നെ അവന്റെ പതനത്തിന് കാരണമായി മാറി. എല്ലാവരും പ്രശംസിച്ച സൗന്ദര്യം തന്നെ അവസാനം അവന്റെ നാശത്തിന് കാരണമായി. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച അവന്റെ ജ്ഞാനം സ്വന്തം നാശത്തിന് കാരണമായി. അവൻ അഹങ്കാരം കൊണ്ട് നിറഞ്ഞു. ദൈവത്തിന്റെ സിംഹാസനത്തിന് മുകളിൽ തന്റെ സിംഹാസനം ഉയർത്താൻ അവൻ ആഗ്രഹിച്ചു. ഞാൻ സ്വർഗത്തിൽ കയറും. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. അപ്പോൾ സ്വർഗത്തിൽ എല്ലാവരും ഞെട്ടിപ്പോയി. ഉടൻ തന്നെ സാത്താനെ അഗാധമായ ഗർത്തത്തിലേക്ക് എറിഞ്ഞുകളഞ്ഞു. അവന്റെ വീടായിരുന്ന സ്വർഗത്തിൽ നിന്ന് അവനെ പുറത്താക്കി. അവന്റെ മഹത്വം ഇല്ലാതെയായി. അവന്റെ തേജസ് നഷ്ടപ്പെട്ടു. പ്രഭാത നക്ഷത്രം ഇല്ലാതെയായി. ഇതെങ്ങനെ സംഭവിച്ചു? സാത്താന്റെ സ്വാധീനം വളരെ വലുതാണെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ അവനെക്കുറിച്ച് വളരെ അപൂർവമായിട്ടേ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പിശാചിനെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ കാരണം? അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം സാത്താൻ സ്വർഗത്തിൽ ഉണ്ടാക്കിയ കലാപത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ബൈബിളിൽ സാത്താന്റെ സ്വഭാവം രഹസ്യമായി തന്നെ തുടരുന്നുണ്ട്. അവനെക്കുറിച്ച് ചില ഭാഗങ്ങളിൽ മാത്രമേ പറയുന്നുള്ളൂ. പ്രതീകാത്മകമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സാത്താന് ദൂതന്മാരുടെ ഹൃദയത്തെ എങ്ങനെ വശീകരിക്കാമെന്ന് നന്നായി അറിയാമായിരുന്നു.
എപ്പോഴും ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതിയോ, നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടേ എന്നൊക്കെ പല ദൂതന്മാരോട് സംസാരിച്ചു. നമുക്കൊരു രാജ്യമുണ്ടാക്കാം, അവിടെ ആരെയും അണങ്ങേണ്ട കാര്യമില്ല, സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാം, എന്തും ചെയ്യാം എന്നൊക്കെ ദൂതന്മാരോട് സംസാരിച്ചു. ദൈവം നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് ഉപയോഗിച്ചുകൂടാ? സാത്താൻ തന്നെ അനുകൂലിക്കുന്നവരോട് പറഞ്ഞു, നമ്മുടെ ശക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് ഉപയോഗിച്ചുകൂടാ? നമ്മുടെ ശക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കാത്തത് എന്താണ്? ഇങ്ങനെ ആ ദൂതന്മാരോട് അവൻ സംസാരിച്ചു. അങ്ങനെ അവൻ്റെ സൈന്യം പതുക്കെ പതുക്കെ വളരാൻ തുടങ്ങി. അവനേക്കാൾ കൂടുതൽ ആഗ്രഹവും അഹങ്കാരവുമുള്ള ദൂതന്മാരെ അന്വേഷിച്ച് കണ്ടെത്തി. അവരെല്ലാവരും പൂർണ്ണതയിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ ഉള്ളിലും തിന്മ വളരാൻ തുടങ്ങി. അങ്ങനെ അവൻ്റെ നേതൃത്വത്തിൽ സാത്താന് ഒരു സൈന്യം അവിടെ ഉണ്ടായി. ഒരു കാലത്തെ ഏറ്റവും വിശ്വസ്തരും ഏറ്റവും ബഹുമാനീയരും ഏറ്റവും പ്രിയപ്പെട്ടവരുമായിരുന്ന ദൂതന്മാർ ഇപ്പോൾ സ്വർഗത്തെ എതിർക്കുന്ന ആദ്യ സൈന്യമായി മാറി. അങ്ങനെ സ്വർഗത്തിൽ വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഒരു വശത്ത് ലൂസിഫറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം, മറുവശത്ത് മീഖായേലിന്റെ നേതൃത്വത്തിൽ ദൈവത്തിന്റെ സൈന്യം. അവർ തമ്മിൽ ഏറ്റുമുട്ടി. അവസാനം ദൈവത്തിന്റെ സൈന്യം വിജയിച്ചു. സാത്താന്റെ സൈന്യത്തിലുണ്ടായിരുന്ന വീണുപോയ ദൂതന്മാരെ ആകാശത്ത് നിന്ന് തള്ളിക്കളഞ്ഞു. സാത്താനും അവന്റെ കൂടെ അവന്റെ ആഗ്രഹത്തെ പിന്തുടർന്ന എല്ലാവരെയും അഗാധത്തിൽ തള്ളിയിട്ടു. ഈ വിജയത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യം എന്താണെന്ന് പറഞ്ഞാൽ, നന്മ എപ്പോഴും തിന്മയെ ജയിക്കും എന്നതാണ്. യുദ്ധം അവസാനിച്ചു. സ്വർഗത്തിൽ വലിയ നിശബ്ദതയുണ്ടായി. യുദ്ധത്തിന് ശേഷം മത്സരിച്ച ദൂതന്മാരെ പുറത്താക്കാൻ സ്വർഗം തുറന്നു. ഒരു സമയത്ത് പ്രഭാത നക്ഷത്രമായിരുന്ന സാത്താനെയും അവന്റെ വീണുപോയ ദൂതന്മാരെയും ഇരുട്ടുകൊണ്ട് മൂടിയിരുന്ന ഒരു അഗാധമായ ഗർത്തത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. സാത്താനെ സംബന്ധിച്ചിടത്തോളം ഈ വീഴ്ച അവന്റെ ആഗ്രഹത്തിന്റെ അവസാനമായി മാറി. എന്നിരുന്നാലും അവന്റെ അഹങ്കാരവും കോപവും മാറിയില്ല. ദൈവത്തിന്റെ മഹത്വം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ അത് എവിടെ കണ്ടാലും അതിനെ കെടുത്തണമെന്ന് തീരുമാനിച്ചു. നിരാശയിലായിരുന്ന ഈ സാത്താന്റെ നോട്ടം സൃഷ്ടിയിലേക്ക് തിരിഞ്ഞു. ദൈവം നിർമ്മിച്ച ഈ പുതിയ ഭൂമിയിലേക്ക്. അവന്റെ വളഞ്ഞ ബുദ്ധിയിൽ ഒരു ചിന്ത ഉണ്ടായി, എനിക്കോ സ്വർഗം കിട്ടിയില്ല, അതുകൊണ്ട് ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടികളെ ഞാൻ നശിപ്പിക്കും. അതാണ് മനുഷ്യർ. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ എങ്ങനെയെങ്കിലും ആ തേജസ്കരിക്കപ്പെട്ട ആ രൂപത്തിൽ നിന്ന് മാറ്റി അവന് കൊടുത്തിട്ടുള്ള അഗാധമായ ആ ഗർത്തത്തിലേക്ക്, ആ കുഴിയിലേക്ക് കൊണ്ടുപോകണം എന്നവൻ തീരുമാനിച്ചു. കാരണം എനിക്ക് കിട്ടാത്ത ആ മകൾ ഭാഗ്യം അവർക്കും കിട്ടണ്ട എന്നുള്ള അസൂയ കൊണ്ടാണ്. സ്നേഹത്തോടെ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചതുകൊണ്ട് സാത്താന് മനുഷ്യർക്കെതിരെ അസൂയ തോന്നി. അവന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. എനിക്കോ എൻ്റെ ദൂതന്മാർക്കോ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽപ്പാൻ കഴിയുന്നില്ലെങ്കിൽ മനുഷ്യരും അത് അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. സാത്താന്റെ നേതൃത്വത്തിൽ ഭൂതങ്ങളെല്ലാം ഭൂമിയിൽ സ്വാധീനം ചെലുത്താനും മനുഷ്യരെ ദുഷിപ്പിക്കാനും അഹങ്കാരം, അസൂയ, നിരാശ എന്നിവ ഉണർത്താനുള്ള വഴികൾ അന്വേഷിക്കാൻ തുടങ്ങി. അവരുടെ സ്വന്തം പതനത്തിലേക്ക് നയിച്ച അതേ വികാരങ്ങൾ തന്നെയാണിത്. അങ്ങനെ സാത്താന്റെ കഥ അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതോടെ അവസാനിക്കുന്നില്ല. മറിച്ച് ഇന്നുള്ള ലോകത്തിലെ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിലേക്കും വ്യാപിക്കുന്നുണ്ട്. അവന്റെ വീഴ്ച, അവന്റെ വെറുപ്പ്, മനുഷ്യത്വത്തെ ദുഷിപ്പിക്കാനുള്ള അവന്റെ ആഗ്രഹം എന്നിവ മനുഷ്യർ നേരിടുന്ന എല്ലാ പ്രലോഭനങ്ങളിലും എല്ലാ ആത്മീയ യുദ്ധങ്ങളിലും നമുക്ക് കാണാം. എന്നാൽ ഈ സ്വാധീനം വളരെ പരിമിതപ്പെട്ടതാണ്. ദൈവത്തിൽ നിന്ന് വരുന്ന നന്മയ്ക്ക് എല്ലായ്പ്പോഴും തിന്മയേക്കാൾ ശക്തിയുണ്ട്. സ്വർഗത്തിൽ ആരംഭിച്ച നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം ഭൂമിയിൽ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ സാത്താന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ സൃഷ്ടിയെ ദുഷിപ്പിക്കുക. ബൈബിളിൽ സാത്താൻ പരീക്ഷകനായി പ്രത്യക്ഷപ്പെടുന്ന പല സംഭവങ്ങൾ പറയുന്നുണ്ട്. അവൻ വിശ്വാസ ചരിത്രത്തിലെ പല പ്രധാനപ്പെട്ട വ്യക്തികളെയും പ്രലോഭിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പുതിയ നിയമത്തിൽ നമുക്ക് കാണാം. മരുഭൂമിയിൽ യേശുവിനെ പരീക്ഷിക്കാൻ സാത്താൻ ശ്രമിച്ചു. 40 പകലും 40 രാത്രിയും ഉപവസിച്ചതിന് ശേഷം യേശുവിനെ സാത്താൻ പരീക്ഷിച്ചു. അവൻ ശക്തി, ഭക്ഷണം, മഹത്വം എന്നിങ്ങനെ പല പ്രലോഭനങ്ങൾ യേശുവിന് വാഗ്ദാനം ചെയ്തു നോക്കി. യേശു വിശന്നിരിക്കുന്ന സമയത്ത്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാക്കുക എന്ന് സാത്താൻ പറഞ്ഞു. ശേഷം അവൻ യേശുവിനെ ദൈവാലയത്തിന്റെ അഗ്രത്തിലേക്ക് കൊണ്ടുപോയി ദൂതന്മാർ സംരക്ഷിച്ചോളും, ചാടിക്കോ എന്ന് പറഞ്ഞു. അവസാനം, എന്നെ ആരാധിച്ചാൽ മാത്രം മതി, ഭൂമിയിലുള്ള എല്ലാ മഹത്വവും നിനക്ക് തരാം എന്ന് പറഞ്ഞു. ഓരോ പ്രലോഭനത്തിലും യേശുവിന്റെ പ്രതികരണം യേശുവിന്റെ ആത്മീയ ശക്തിയും പിതാവിലുള്ള പൂർണ്ണ വിശ്വാസവും എടുത്തു കാണിക്കുന്നുണ്ട്. വചനം കൊണ്ട് തന്നെ യേശു എല്ലാ പരീക്ഷണങ്ങളെയും ജയിച്ചു. യഥാർത്ഥ ശക്തി അത്ഭുതത്തിലോ സമ്പത്തിലോ അല്ല, മറിച്ച് ദൈവത്തോടുള്ള അനുസരണത്തിലും സ്നേഹത്തിലുമാണെന്ന് യേശു തെളിയിച്ചു. സാത്താന്റെ സ്വാധീനം പൂർണ്ണമായി ഇല്ലാതെയായിട്ടില്ല. മനുഷ്യ ജീവിതത്തിൽ അവന്റെ സാന്നിധ്യം ഒരു നിരന്തരമായ സംഘർഷമായി ഇപ്പോഴും തുടരുന്നുണ്ട്. ഓരോ പ്രലോഭനവും, സംശയത്തിന്റെ ഓരോ നിമിഷവും യേശു നേരിട്ട വെല്ലുവിളികളെ പ്രതിധ്വനിക്കുന്നുണ്ട്. പിശാചിന്റെ സകല പ്രലോഭനവും ദൈവത്തിൽ നിന്ന് നമ്മെ എങ്ങനെയെങ്കിലും അകറ്റണം എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. എന്നിരുന്നാലും ബൈബിളിൽ പറയുന്ന ഓരോ വ്യക്തിയുടെ ചരിത്രം നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അവസാനം നന്മയെ ജയിക്കത്തുള്ളൂ.
വെളിപ്പാട് പുസ്തകത്തിൽ പിശാചിന്റെ അന്ത്യം എന്തായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ശ്രദ്ധേയമായ ചിത്രങ്ങളും പ്രവചനങ്ങളും നിറഞ്ഞ ഈ പുസ്തകം മഹാസർപ്പമായ സാത്താനെ മനുഷ്യവർഗത്തിന്റെയും ദൈവത്തിന്റെയും ആത്യന്തിക ശത്രുവായി ചിത്രീകരിക്കുന്നുണ്ട്. അത് അവസാനം വരെ സൃഷ്ടിയെ ദുഷിപ്പിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ അവസാന നാളുകളിൽ സംഭവിക്കുന്ന ഒരു ദർശനം വിവരിക്കുന്നുണ്ട്. തിന്മ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം, വെളിച്ചത്തിനും ഇരുട്ടിനും തമ്മിലുള്ള യുദ്ധം മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം തീവ്രമാവുകയും ചെയ്യുന്ന ഒരു യുഗം. വെളിപ്പാട് പുസ്തകം പിശാച് അല്ലെങ്കിൽ സാത്താനെ പഴയ പാമ്പായ മഹാസർപ്പമായി അവതരിപ്പിക്കുന്നുണ്ട്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. ഒരു കാലത്ത് പ്രഭാത നക്ഷത്രമായിരുന്ന അതേ സാത്താൻ ഇപ്പോൾ ഒരു ഉഗ്രനായ മഹാസർപ്പത്തിന്റെ രൂപമായി കാണിക്കുന്നു. തിന്മയെ മാത്രമല്ല, തന്റെ പതനത്തിന് ശേഷം അവൻ പ്രയോഗിച്ച വിനാശകരവും വഞ്ചനാപരവുമായ ശക്തിയെയും പ്രതീകപ്പെടുത്തുന്ന ഒരു രൂപമാണിത്. ഏദനിൽ മനുഷ്യരാശിക്ക് ആദ്യ പാപം കൊണ്ടുവന്നതും ഇപ്പോൾ ലോകത്തിന്റെ അവസാനത്തിൽ അവശേഷിക്കുന്ന എല്ലാ നന്മയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നതുമായ അതേ സർപ്പമാണ് ഈ പഴയ പാമ്പ്. മനുഷ്യവംശത്തെ ദൈവത്തിൽ നിന്ന് വേർപെടുത്താൻ തുടക്കം മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഞ്ചകന്റെ വേഷത്തിലാണ് സാത്താൻ പ്രത്യക്ഷപ്പെടുന്നത്. അന്ത്യനാളുകളിൽ അഴിമതിയുടെയും നാശത്തിന്റെയും തന്റെ ദൗത്യം ചെയ്യാൻ വേണ്ടി തന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് അതിനെ ചെയ്യാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയാണ് ഈ പിശാച് എന്ന് ബൈബിൾ പറയുന്നു. വിശ്വസ്തരെ വഴിതെറ്റിക്കാൻ നിരന്തരം ശ്രമിക്കുന്നു. സംശയം, പ്രലോഭനം, നിരാശ എന്നിവ അവരുടെ മനസ്സുകളിൽ കൊണ്ടിടുന്നു. യോഹന്നാന്റെ ദർശനത്തിൽ മീഖായേലിനും സ്വർഗീയ സൈന്യങ്ങൾക്കുമെതിരെ സാത്താൻ അവസാനമായി ഒരു തവണ കൂടി യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്നു. തിന്മയുടെ മേൽ നന്മയുടെ അന്തിമ വിജയത്തിന്റെ ഒരു ദർശനത്തോടെയാണ് വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത്. മഹാകഷ്ടത്തിനും അവസാന യുദ്ധത്തിനും ശേഷം സാത്താൻ പരാജയപ്പെടും. തിന്മയുടെ ശക്തി എന്നേക്കുമായി നശിപ്പിക്കപ്പെടുകയും ചെയ്യും. പ്രതീകാത്മകമായ രീതിയിൽ പറയുന്നു, സാത്താനെ പിടികൂടി അഗാധമായ ഗർത്തത്തിൽ എറിയും. ഈ നിത്യശിക്ഷ അവനെ മനുഷ്യരുടെ അടുത്ത് എത്താനോ സൃഷ്ടിയെ സ്വാധീനിക്കാനോ ശക്തിയില്ലാത്തവനാക്കി മാറ്റും. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന സാത്താന്റെ പതനം തിന്മയ്ക്കെതിരായ നന്മയുടെ വിജയത്തിന്റെ മഹത്വമായ പ്രകടനമാണ്. ദൈവം തിന്മയെ ഒരു പരിധിവരെ മാത്രമേ പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടുള്ളൂ. മനുഷ്യർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട്. ഈ അന്തിമവിധി സാത്താൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു പരിണിത ഫലം മാത്രമല്ല, എല്ലാ സൃഷ്ടികളുടെയും മേലുള്ള ദൈവത്തിന്റെ ശക്തിയുടെ ഒരു പുനഃസ്ഥാപിക്കലുമാണ്. വിശ്വാസം, പ്രത്യാശ എന്ന ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ആത്മീയ ആയുധങ്ങൾ അന്തിമ വിജയം നന്മയുടേതാണെന്നും ദൈവത്തിന്റെ മഹത്വം എന്നേക്കും ശോഭിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.